ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രെഡ് ഓംലെറ്റ് ആണ്. സൂപ്പർ യമ്മി ആയിട്ടുള്ള നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രെഡ് ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് പണി പാളിയായിരുന്നു, പക്ഷേ എന്നാലും ഞാൻ അടിപൊളിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക, സ്കിപ്പ് ചെയ്യാതെ തന്നെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് തിങ് ഫസ്റ്റ്, നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ള കാര്യം എന്താ? ബ്രെഡ്. അതെടുത്തിട്ടുണ്ട്. 2 സ്ലൈസ് ബ്രെഡാണ് എടുത്തേക്കുന്നത്. അതിലോട്ട് നമ്മൾ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ആക്ച്വലി ഇത് നല്ല ഫ്രോസൺ ആയിട്ടിരിക്കുന്ന ബട്ടർ ആയതുകൊണ്ട് എനിക്ക് സ്പ്രെഡ് ചെയ്യാൻ വരണില്ല. അതുകൊണ്ട് നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇതൊന്ന് റൂം ടെമ്പറേച്ചറിൽ വരട്ടെ. അതുവരെ എടുത്ത് വെച്ചിട്ട് നമുക്ക് മുട്ട എടുക്കാം. ഓംലെറ്റ് ആണല്ലോ, അപ്പോൾ നമുക്ക് മുട്ട 2 എണ്ണം അത്യാവശ്യമാണ്. സോ 2 മുട്ടയും ഞാനൊരു ബൗളിലോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. വളരെ സാവകാശമാണ് എല്ലാം കാണിക്കുന്നത്, കാരണം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവണം. പിന്നെ എനിക്ക് അങ്ങനെ റഷായിട്ട് പറയാൻ വയ്യ ഗൈസ്. പിന്നെ നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തപ്പോൾ ഇടയ്ക്കൊരു സംഭവം ഉണ്ടായത്, മുട്ടയുടെ മറ്റേ വെള്ളത്തോടുണ്ടല്ലോ, അത് മുട്ടയ്ക്കകത്തോട്ട് വീണു. പിന്നെ ഞാൻ അതൊക്കെ എടുത്ത് മാറ്റി. ഓക്കെ, അതിനുശേഷം എനിക്ക് ഈ കുക്ക് ചെയ്യുന്ന ഇടയ്ക്കിടയ്ക്ക് പോയി കൈ കഴുകുന്ന ഒരു അസുഖമുണ്ട്. സോ ഞാൻ അങ്ങനെ പോയിട്ട് കൈ കഴുകിയിട്ട് വരാണ്. അപ്പോൾ മുട്ടയുടെ ഇതൊക്കെ ആവുകയാണെങ്കിൽ ആ ഒരു കൈ വെച്ചിട്ട് എനിക്ക് വേറെ ഒന്നും എടുക്കാൻ തോന്നില്ല. പിന്നെ നമ്മളിതിലോട്ട് ഒരു വലിയ സ്പൂൺ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് പാല് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ ഓംലെറ്റ് വരാനാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു പച്ചമുളക് കുഞ്ഞ് ഫുള്ളുണ്ട് കേട്ടോ. ഞാൻ മുന്നേ പച്ചമുളക് യൂസ് ചെയ്യേയില്ലായിരുന്നു, ഭയങ്കര എരിവാന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പം ഞാൻ എടുക്കാറുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു കുഞ്ഞ് സവാളയുടെ കുറച്ച് ഭാഗം ചോപ്പ് ചെയ്തത് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അതിനുശേഷം കുറച്ച് മാത്രം ഒരു 1/4 സ്പൂണിന് താഴെ നമ്മൾ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മാത്രം നമ്മൾ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. നമുക്ക് ടേസ്റ്റ് ബാലൻസ് ആവാനായിട്ട് ഒരു 1/4 സ്പൂൺ അല്ലെങ്കിൽ അതിൽ താഴെയായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. മുട്ടയിൽ എനിക്ക് ഒത്തിരി ഉപ്പിൻ്റെ ടേസ്റ്റ് വരുന്നതോ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ മുട്ടയിൽ എപ്പോഴും കുറച്ച് ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുക്കാറ്. ദെൻ ഇത് നല്ല ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഒരു 1 മിനിറ്റോളം ബീറ്റ് ചെയ്താൽ മതി. ഇത് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ബ്രെഡ് എടുത്തിട്ട് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം. ഈ ഒരു കയ്യിൽ നിന്ന് ഇട്ട് കൊടുക്കുന്ന സംഭവം വന്നിട്ട് നമ്മുടെ പച്ചമുളകിൻ്റെ കുരു ഉണ്ടല്ലോ, അതെൻ്റെ കൈ പറ്റി പിടിച്ചിരുന്നതാണ്. സോ അത് ഞാൻ അതിനകത്തോട്ട് തന്നെ ഇട്ട് കൊടുത്തു. കാര്യം ഇപ്പോൾ ഞാൻ ഒരു പച്ചമുളക് ലവറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതിനുശേഷം നമുക്കിത് ബീറ്റ് ചെയ്ത് പൊരിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അല്ല ചുമ്മാ അങ്ങ് പതുക്കെ കലക്കിയിട്ട് പൊരിക്കുകയാണെങ്കിൽ അത്ര ടേസ്റ്റി ആവില്ല. സോ നല്ലതായിട്ട് ബീറ്റ് ചെയ്തിട്ട് പൊരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഇപ്പം ഞാൻ നോക്കുകയാണ് നമ്മളുടെ ബട്ടർ റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ടോ എന്ന്. ശരിക്കും അങ്ങോട്ട് സെറ്റ് ആയില്ലായിരുന്നു. പിന്നെ ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇത് ശരിക്കും റൂം ടെമ്പറേച്ചറിലായി. ഇതാണ് നമുക്ക് വേണ്ട പാകം. ഈ ഒരു പാകത്തിന് നമുക്കിത് നമ്മുടെ ബ്രെഡിൽ ഫുള്ളായിട്ട് ഒരു സൈഡ് മാത്രം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. 2 സൈഡ് സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരൊറ്റ സൈഡ് മാത്രം. ഇത്രയൊന്നും വേണ്ട കേട്ടോ, നിങ്ങൾക്ക് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അത്രയും തന്നെ ധാരാളമാണ്. ഇപ്പോൾ എനിക്ക് ബട്ടർ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ വല്ലപ്പോഴും കൂടെയാണ് ഇങ്ങനെ ബട്ടറൊക്കെ കഴിക്കുന്നത്. വല്ലപ്പോഴും എന്ന് പറഞ്ഞാൽ വളരെ റെയറായിട്ട്. സോ ഞാൻ കുറച്ച് കാര്യമായിട്ട് തന്നെ തേച്ചേ ഉള്ളൂ. നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. പിന്നെ ബ്രെഡും ബട്ടറും എന്ന് പറയുന്നത് ഒരു എവർ ലാസ്റ്റിംഗ് കോമ്പിനേഷനാണ്. കൊച്ചു കുട്ടികളൊക്കെ ഇതിങ്ങനെ തന്നെ കഴിക്കുന്നുണ്ട്. പക്ഷേ എനിക്കിത് ഇങ്ങനെ കഴിക്കാനായിട്ട് ഇഷ്ടമല്ല, പക്ഷേ ടോസ്റ്റ് ചെയ്തിട്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ നല്ല വെണ്ണ പുരട്ടിയിട്ട് നമ്മളിത് മാറ്റി വയ്ക്കും. ആ ഒരു ടൈം കൊണ്ട് നമ്മുടെ മുട്ടയുടെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. കണ്ടോ, ഇത് സോഫ്റ്റാണ്. ഇതൊരു ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് കേട്ടോ. ഇത് ആക്ച്വലി നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പോൾ ഭയങ്കര റിലാക്സിങ് ആണ്. സോ ഓരോ പ്രോസസ്സും ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 2 ബ്രെഡും ഒരു ഭാഗം മാത്രം വെണ്ണ പുരട്ടി അങ്ങനെ വെച്ചിട്ടുണ്ട്. ദെൻ ഇവിടെ മുതലാണ് ഗൈസ് നമുക്ക് അബദ്ധം പറ്റുന്നത്. ഈ പാത്രം ഞാൻ ഒരിക്കലും എടുക്കരുതായിരുന്നു. ഇത് മുഴുവനായിട്ട് അങ്ങ് ഒട്ടിപ്പിടിച്ചു. കണ്ടോ, ഞാൻ ചട്ടി ചൂടായോ എന്ന് നോക്കിയിട്ട് ബട്ടർ ഇട്ടിട്ടാണ് പൊരിച്ചത്. സാധാരണ എണ്ണയേക്കാളും കുറച്ചുകൂടെ ഓയിലിനെസ് കൂടുതലായിരിക്കും എന്ന് കരുതി ഞാനിങ്ങനെ ഇട്ട് പൊരിച്ചു. പക്ഷേ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ശരിക്കും ഇത് ചട്ടിയിലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട്. പിന്നെ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു ഇതൊന്ന് ഇളക്കിയെടുക്കാനായിട്ട്.
ഇത് നിങ്ങൾ ചെയ്യല്ലേ, നല്ലതായിട്ട് മുട്ട മറിച്ചിടാൻ പറ്റുന്ന ചട്ടിയാണെങ്കിൽ പെർഫെക്റ്റായിട്ട് നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് കറക്റ്റായിട്ട് വരും. ഇപ്പം ഞാൻ ഇത് ചെയ്തല്ലോ, അപ്പോൾ ഞാനിങ്ങനെ മാറ്റി വേറെ ചെയ്യണ്ട എന്ന് വിചാരിച്ചു. ഇതൊക്കെ ഇതിൻ്റെ പാർട്ടാണല്ലോ. സോ ഞാൻ അങ്ങനെ തന്നെ വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ടോ. സോ നമ്മൾ എണ്ണ ചൂടായതിന് ശേഷം നമ്മുടെ മുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുട്ട ഫുള്ളായിട്ട് എല്ലാം നമ്മൾ ഊറ്റി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 മുട്ടയും ഒരുമിച്ച് തന്നെ ഒഴിക്കുക. ഫ്ലെയിം ഞാൻ നല്ല രീതിക്ക് കൺട്രോൾ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. കാരണം ഫ്ലെയിം കൂടുതലായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുട്ടയുടെ അടിഭാഗം ഉണ്ടല്ലോ, അത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. മുട്ടയുടെ ടേസ്റ്റൊക്കെ അങ്ങ് മാറിപ്പോവാറായിട്ട് തോന്നിയിട്ടുണ്ട്. അത്ര ടേസ്റ്റ് ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ പാകം ഏറ്റവും ഇഷ്ടമുള്ളത് അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ബേൺ ആയി കഴിയുമ്പോൾ ഒരു കയ്പ്പ് ഫീൽ വരും. പിന്നെ ആ ഒരു മുട്ടയുടെ ഒരു മണം ഉണ്ടല്ലോ, അതൊക്കെ മാറിയിട്ട് ഒരുമാതിരി കരിഞ്ഞ സ്മെല്ലൊക്കെ വരാറുണ്ട്. അതുവരെ ഒന്നും നിൽക്കേണ്ട. സോ നമ്മൾ ഏറ്റവും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട്, ഇത് കട്ടിയുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ മുട്ട നന്നായിട്ട് വേവും. അല്ല ഫ്ലെയിം കൂട്ടി വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും അടിയിൽ വരുന്ന ഭാഗം ഉണ്ടല്ലോ, ഔട്ടർ സർഫസ്, അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്ക് പിന്നെ കയ്യിൽ നിൽക്കില്ല. മുട്ട പെട്ടെന്ന് വേവുന്ന ഒരു സംഭവമാണല്ലോ, അതുകൊണ്ട് തന്നെ നമുക്കത് പെട്ടെന്ന് നമുക്കൊന്നും മാനേജ് ചെയ്യാൻ പറ്റാത്ത പോലെ ആയിപ്പോവും. അപ്പോൾ എനിക്ക് പറ്റിയ തെറ്റുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത് മുന്നൊക്കെ ചെയ്തപ്പോൾ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്താൽ മതി. ദെൻ നമ്മൾ ബട്ടർ പുരട്ടി വെച്ചേക്കുന്ന നമ്മുടെ ബ്രെഡ് സ്ലൈസസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഒരു ഭാഗത്ത് മാത്രമേ ബട്ടർ തേച്ചുള്ളൂ. ആ ഭാഗം നമുക്ക് കാണുന്ന രീതിക്ക് ബട്ടർ ഇല്ലാത്ത ഭാഗം വേണം മുട്ടയിലൊട്ടിയിരിക്കാനായിട്ട്. സോ ആ ഒരു പരുവത്തിന് നമ്മൾ വെച്ച് കൊടുക്കുക. ദെൻ ഇത് മറിച്ചിട്ട് കൊടുക്കണം. ഫ്ലെയിം ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത് ഞാൻ പെട്ടുവെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ മുട്ട ഈ പാത്രത്തിൽ നിന്ന് മറിച്ചെടുക്കാനായിട്ട് പറ്റുന്നില്ല. ഞാൻ കുറേ ട്രൈ ചെയ്തു, പക്ഷേ ഇത് ഫുള്ളായിട്ട് ഒട്ടിയിരിക്കുകയാണ്. നല്ല ഒരു ഗ്രീസി ആയിട്ടുള്ള പാനാണെങ്കിൽ മാത്രമേ ഇത് ശരിക്കും നമുക്ക് ആ കറക്റ്റായിട്ട് വരുള്ളൂ. പക്ഷെ സാരമില്ല, ഞാൻ അധികം കരിഞ്ഞ ഭാഗമൊന്നും എടുക്കാതെ നമ്മുടെ ഏറ്റവും നല്ല ഭാഗങ്ങൾ മാത്രം എടുത്തിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും എനിക്ക് സങ്കടം വന്നു പോയൊരു പാർട്ടാണ്. കാരണം ഞാൻ ഈ വീഡിയോ ഫുൾ ഷൂട്ട് ചെയ്യുമ്പോഴും ആ ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കുമ്പോഴും എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം പോലും ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് മൊത്തം കയ്യിൽ നിന്ന് പോയൊരവസ്ഥയായിരുന്നു. പിന്നെ ഞാൻ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് അടുത്ത മണ്ടത്തരാണ് കാണിക്കുന്നത്. കാര്യം അങ്ങനെ ഫ്ലെയിം കൂട്ടണ്ടായിരുന്നു. ഞാൻ കരുതി കറക്റ്റായിട്ടൊന്ന് കുറേ കൂടെ ഒന്ന് കുക്കാവുമ്പോൾ ഇത് പെട്ടെന്ന് വിട്ട് വന്നാലോ എന്ന്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. മുട്ട കരിയും എന്നല്ലാതെ വേറെ ഒരു ഉപകാരം അതുകൊണ്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ 2 ബ്രെഡും കൂടെ എടുത്തങ്ങ് മറിച്ചിട്ടു കേട്ടോ. ഈ ഒരു പരുവത്തിന് എനിക്ക് കിട്ടി. വലിയ മോശമൊന്നും പറയാൻ പറ്റില്ല. കുറേ മുട്ട അവിടെ അതിൽ പറ്റിപ്പിടിച്ച് വേസ്റ്റായി എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് കിട്ടിയ ബ്രെഡ് ഓംലെറ്റ് ഓക്കെ ആയിട്ട് പക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സൈഡിൽ നിന്നൊക്കെ എടുത്തിട്ട് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കാര്യം ഇത് ഒരു ഭാഗം മാത്രമേ വെന്തിട്ടുണ്ടായിരുന്നുള്ളൂ, ഒരു ഭാഗം നനവോടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. സോ അങ്ങനെ ഇട്ട് കൊടുത്തു. പക്ഷേ എനിക്കിത് ഓവറായിട്ട് കുക്കാവുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഈ സൈഡിൽ കിടക്കുന്നതൊക്കെ എടുത്ത് നമ്മുടെ ബ്രെഡിൻ്റെ പുറത്തിട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഈവൻ മുട്ട ഹാഫ് കുക്ക് ആയാലും ഞാൻ കഴിക്കും. പക്ഷേ ഓവർ കുക്ക് ആയാലും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാറില്ല കേട്ടോ. സോ ഞാനിത് ഇങ്ങനെ എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. ഇനി നിങ്ങളിത് കൂടുതൽ കാണിച്ച് ഞാൻ വെറുപ്പിക്കുന്നില്ല. ഇത് ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മുടെ മറ്റേ ഭാഗം വെണ്ണ പുരട്ടിയ ഭാഗമാണ് ഇപ്പം നമ്മുടെ പാനിലൊട്ടിയിരിക്കുന്നത്. അത് നല്ലോണം അടിപൊളിയായിട്ട് റോസ്റ്റായി കിട്ടും. അത് ഞാൻ എടുത്തിട്ട് വരാവേ. ഇതിങ്ങനെ എല്ലാം കൂടെ ഒരു ഭാഗത്തോട്ട് വെച്ചിട്ട് ഇതുപോലെ മറിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. കണ്ടോ, വെണ്ണ പുരട്ടിയ ഭാഗം നല്ല സോഫ്റ്റായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. എനിക്കിതിൽ കൂടുതൽ ക്രിസ്പി ആകുന്നത് ഇഷ്ടമല്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഇതിൽ നിർത്തി. കാര്യം നല്ല ഒരു ഗോൾഡൻ കളറിൽ നമ്മുടെ ബ്രെഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനെ വീണ്ടും അതൊരു ബ്രൗൺ കളറൊന്നും ആക്കണ്ട എന്ന് കരുതി ഞാൻ ഇങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഓൾറെഡി ടേസ്റ്റ് ചെയ്തിട്ടാണല്ലോ ഇവിടെ നിന്ന് വോയിസ് ഓവർ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ അറിയാമോ, ആ ഒരു വെണ്ണ പുരട്ടിയ ബ്രെഡിൻ്റെ ആ ഒരു ഗോൾഡൻ കളറാണ്. അതെനിക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ജ്യൂസി ആയിട്ട്. പിന്നെ പൊട്ടിപ്പോയ ബ്രെഡ് ഓംലെറ്റ് പൊട്ടിപ്പോയതുകൊണ്ട് ഇതിങ്ങനെ
ഇളകിയൊക്കെ വരും. എന്നാലും നമുക്ക് ഒരുമിച്ച് വെച്ച് കഴിച്ചു നോക്കാം. എനിക്ക് ആക്ച്വലി ഇത് സ്പൂൺ വെച്ച് കഴിക്കാനാണ് താല്പര്യം. അതാണ് ഞാൻ അവിടെ ഇവിടെ നോക്കിയൊക്കെ നിന്നത് കുറച്ച് നേരം. ദെൻ ഞാൻ വന്നിട്ട് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കടിച്ച് കഴിച്ചത്. ഇല്ലെങ്കിൽ ഞാൻ ഓരോന്നായിട്ട് എടുത്ത് തന്നെ കഴിക്കണ്ടായിരുന്നുള്ളൂ. സൂപ്പർ യമ്മിയായിരുന്നു ഗൈസ്, ഒന്നും പറയാനില്ല. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഒക്കെ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന അടിപൊളി ഒരു റെസിപ്പിയാണ്. പിന്നെ ഭയങ്കര ഈസി ആണല്ലോ. ഒരു ചീസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. കെച്ചപ്പ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇതിൻ്റെ പുറത്ത് ഡിപ്പ് ചെയ്തിട്ടോ സ്പ്രെഡ് ചെയ്തിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അവസാനം വരെ വീഡിയോ കണ്ട എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ്. സീ ഓൾ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ.